Good morning. Good Good morning, morning. ma'am. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ? മോർണിംഗ് മഴ ഉണ്ടായോ പിള്ളേരെ രാവിലെ? നല്ല ഇടിയോട് കൂടി മഴയായിരുന്നു അല്ലേ? രാത്രി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മടിയായിട്ടാണോ കുറെ പേരൊന്നും കേറിയിട്ടില്ല? 18 പേരായിട്ടുള്ളൂ. 4 മണിക്കൂർ മഴയാണ്. മെയ് മാസത്തിൽ ആദ്യമായിട്ട് മഴ പെയ്യുന്നതാണ്. ഓക്കെ. എങ്ങനെ ഉണ്ടായി? വീക്കെൻഡ് ഒക്കെ എങ്ങനെ ഉണ്ടായി? സിനിമയ്ക്ക് പോയോ നിങ്ങള്? പടം കണ്ടിരുന്നോ? ഇല്ല. പോയി കാണടോ, നല്ല സിനിമയാ. പനിയൊക്കെ മാറിയിട്ട് പോയി കണ്ടാ. പിന്നെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഭക്ഷണം കഴിച്ചു എല്ലാവരും? ചെറിയ കുട്ടിയാണോ ശരണ്യയുടെ മോൻ? ഓക്കെ. 2.5 വയസ്സ്. കുറച്ച് കുട്ടികളും കൂടെ ഒക്കെ കേറട്ടെ കേട്ടോ, എന്നിട്ട് ക്ലാസ് തുടങ്ങാം. ഒട്ടും കുട്ടികളായിട്ടില്ല. ഓക്കെ ശരണ്യ. ഗുഡ് മോർണിംഗ്.
ഓക്കെ, നമുക്ക് തുടങ്ങാം. കേറട്ടെ. യെസ്, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മള് വെന്റിലേറ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. ബെനഫിറ്റ്സ് വരെ പറഞ്ഞിരുന്നു അല്ലെ? ബെനഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേറ്റർ വരെ പറഞ്ഞു. ഗുഡ് മോർണിംഗ് അമൃത. Risk of being on a ventilator. Risk of being on a ventilator. Good morning, Nimi. Life can be saved by a ventilator. Nevertheless, like other testaments, ventilators can cause future side effects. This is more common if the patient is on a ventilator for a prolonged period. ഇനി വെന്റിലേറ്ററിൽ ദീർഘകാലം തുടരുന്നതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒരു പേഷ്യൻസ്, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് ആ പേഷ്യൻസിന് അനുഭവിക്കേണ്ടി വരുന്നത്. ഓക്കെ, യെസ്, ലൈഫ് സേവ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് വെന്റിലേറ്റർ എങ്കിലും കൂടി ഉണ്ടാകുക. ദീർഘകാലം അതിൽ തുടരുകയാണെങ്കിൽ പേഷ്യൻസിന് നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ റിസ്കുകളാണ് ഒരു പ്രോലോങ്ഡ് പീരീഡിൽ നമ്മൾ ശ്രദ്ധിക്കാട്ടോ. പേഷ്യന്റ് പ്രോലോങ്ഡ് പീരീഡിൽ തുടരേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന റിസ്കുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, a few of the most common risks connected with being on a ventilator include ഇതൊക്കെ റിസ്കുകളാണ് പറയുന്നത്: ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, vocal cord issues, pulmonary edema, blood clots, sedation related dementia, fluid overload, lung injury. Okay, yes, നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇൻഫെക്ഷൻ അഥവാ അണുബാധ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എങ്ങനെയൊക്കെ സിറ്റുവേഷൻസിലാണെന്ന് നമുക്ക് നോക്കാം. One of the main risks being on a ventilator with a breathing tube is infection. Fluid and mucus develop in throat and windpipe can permit germs to pile up on the breathing tube. These germs can then move into the lungs. This can increase the risk of developing pneumonia. Sinus infection are also usual with the breathing tube. Okay, അപ്പോൾ ഇൻഫെക്ഷൻ, അതായത് ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയാണെങ്കിൽ എന്താണ്, ബ്രീത്തിങ് ട്യൂബിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയാണ്? ഫ്ലൂയിഡ് ആൻഡ് മ്യൂക്കസ് ഡെവലപ്പ് ഇൻ ത്രോട്ട് ആൻഡ് വിൻഡ്പൈപ്പ് ക്യാൻ പെർമിറ്റ് ജെംസ്. അതായത് ആ ബ്രീത്തിങ് ട്യൂബ് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിൽ ഫ്ലൂയിഡ് ഉണ്ടാവും, അതേപോലെ തന്നെ മ്യൂക്കസ് ഉണ്ടാവും. മ്യൂക്കസ് എന്താണ്? മ്യൂക്കസ് കഫം അല്ലെ? കഫ്, യെസ്, കഫം ഉണ്ടാവുക. അപ്പൊ ഫ്ലൂയിഡും മ്യൂക്കസും കൂടി എന്താണ്, വിൻഡ് പൈപ്പില് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കുറെ സമയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആ ഫ്ലൂയിഡ് വരുന്നത് കൊണ്ട് തന്നെ എന്താണ്, അല്ലെങ്കിൽ കഫം ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ജംസ് പെർമിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ജംസ് എന്താണ്, അണുക്കള് അല്ലെ, അണുക്കള് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ബ്രീത്തിങ് ട്യൂബിൽ കൂടി എന്താണ്, ഈ അണുക്കൾ എന്ത് ചെയ്യപ്പെടുന്നു, ദീസ് ജംസ് ക്യാൻ ദെൻ മൂവ് ഇൻ ടു ദ ലങ്സ്. ബ്രീത്തിങ് ട്യൂബിൽ കൂടി ജംസ് ലങ്സിലേക്ക് അഥവാ ശ്വാസകോശത്തിലേക്ക് കടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആ സാഹചര്യത്തില് എന്ത് ഡെവലപ്പ് ചെയ്യുന്നു, ന്യൂമോണിയ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, സൈനസ് ഇൻഫെക്ഷൻസ് കൂടി അവിടെ സംഭവിക്കാം. സൈനസ് ഇൻഫെക്ഷൻ അറിയാലോ, നമ്മുടെ നോസ് തുടങ്ങിയുള്ള ഭാഗങ്ങളിലേക്കും എന്താണ് ഇൻഫെക്ഷൻസ് സംഭവിക്കാം. ഓക്കെ, എന്താണ് പറയുന്നത്, ഒരു വെന്റിലേറ്ററിൽ തുടരുന്ന മെയിൻ റിസ്ക് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ്, അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ചാൻസ് ഉണ്ടാവുന്നത്? ഫ്ലൂയിഡ് ആൻഡ് മ്യൂക്കസ് ഡെവലപ്പ് ഇൻ എ ത്രോട്ട് ആൻഡ് വിൻഡ്പൈപ്പ് ക്യാൻ പെർമിറ്റ് ജെംസ്. അതായത് ഈ ബ്രീത്തിങ് ട്യൂബ് ഏതിൽ കൂടിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്? ബ്രീത്തിങ് ട്യൂബ് ത്രോട്ടിലൂടെ അല്ലെ? ത്രോട്ടിലൂടെയാണ് അത്. അപ്പൊ എന്താണ്, ഈ ഫ്ലൂയിഡും മ്യൂക്കസും എന്താണ്, അത് ചേർന്ന് ജേംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെ? ജേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ഈ ജേംസ് എന്താണ്, ശ്വാസകോശത്തിനകത്തേക്ക്, ഈ അണുക്കളെ ശ്വാസകോശത്തിനകത്തേക്ക് പ്രവേശിക്കാനും അവിടെ ന്യൂമോണിയക്ക് സാധ്യതയും ഉണ്ടാകും. അതോടൊപ്പം തന്നെ എന്താണ്, സൈനസ് ഇൻഫെക്ഷൻസ് കൂടി അവിടെ സംഭവിച്ചേക്കാം. ഓക്കെ,
അപ്പൊ പ്രൊലോങ്ഡ് പീരീഡില് കഴിയുന്ന ഒരു പേഷ്യന്റിന് വരുന്ന പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫെക്ഷൻ തന്നെയാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വരുന്നത് ഇറിറ്റേഷൻ. The breathing tube can tap against and irritate the throat or lungs. It can also make it hard to cough. Irritation ഉണ്ടാകുന്നു പേഷ്യൻസിന്. എന്തുകൊണ്ടാണ്? ഓൾറെഡി ഈ ബ്രീത്തിങ് ട്യൂബ് ത്രോട്ടിലൂടെ കണക്ട് ചെയ്ത് വിട്ടിരിക്കുന്നതിനാൽ തന്നെ എന്താണ് പേഷ്യൻസിന് ഇറിറ്റേഷൻസ് സംഭവിക്കുന്നു. അല്ലെങ്കിൽ ശ്വാസകോശത്തിന് എന്താണ് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. പേഷ്യന്റിന് എന്തിനും സാധിക്കില്ല, ചുമയ്ക്കാനായിട്ട് സാധിക്കില്ല. അല്ലെ? പേഷ്യൻസിന് എന്താണ് ചുമ വരുമ്പോൾ അടക്കി പിടിക്കാനല്ലാതെ എന്താണ് ശരിക്കും നോർമലി നമ്മൾ ചുമയ്ക്കുന്നത് പോലെ പേഷ്യന്റിന് ചുമയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ അങ്ങനെ ഇപ്പൊ നമ്മൾ ചുമ പിടിച്ചു വെക്കുമ്പോൾ നമുക്ക് ഒരു ബ്രീത്തിങ്ങില് അല്ലെങ്കിൽ ശ്വാസത്തില് നെഞ്ചിലൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല നമുക്ക് നോർമലി. നമുക്ക് ചുമക്കാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. യെസ്. അപ്പൊ ഓൾറെഡി ഒരു ബ്രീത്തിങ് ട്യൂബ് കൂടി ഉണ്ടെങ്കിൽ അപ്പൊ വളരെയധികം ഇറിറ്റേഷൻ ആ പേഷ്യന്റിന് അനുഭവപ്പെടും. ഓക്കെ, അപ്പൊ എന്താണ് സെക്കൻഡ് റിസ്ക് എന്ന് പറയുന്നത് അതാണ് ഇറിറ്റേഷൻ. The breathing tube can tap against, irritate the throat or lungs. It can also make it hard to cough. Okay. ശ്വസന ട്യൂബ് തൊണ്ടയിലൂടെ കടന്നു പോകുന്നതിനാൽ പേഷ്യൻസിന് എന്താണ് ചുമയ്ക്കാനുള്ള സാധ്യത ഉണ്ടാകാതിരിക്കുന്നു. അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഇഷ്യൂ ആണ്, റിസ്ക് ആണ് വോക്കൽ കോഡ് ഇഷ്യൂസ്. A breathing tube goes through the voice box. Voice box എന്താണെന്ന് അറിയാലോ, larynx, which consists of the vocal cords. This is why the patient cannot speak when being on a ventilator. The breathing tube can harm to the voice box. So, vocal cord issues എന്ന് പറയുന്നത് എന്താണ്? vocal cord എന്ന് പറഞ്ഞാൽ എന്താണ്? വോക്കൽ കോഡ്സിലാണ് നമ്മുടെ വോയിസ് ബോക്സ് അടങ്ങുന്നത്. അല്ലെ? ടോട്ടലിലെ വോക്കൽ കോഡിലാണ് നമ്മുടെ വോയിസ് ബോക്സ് അടങ്ങുന്നത്. അതായത് ശ്വാസനാളം എന്ന് പറയും. അല്ലെ? യെസ്. അപ്പൊ ഒരു ശ്വസന സ്തൂപ് ഓൾറെഡി ഇങ്ങനെ കടന്നു പോകുന്നതിനാൽ തന്നെ എന്താണ് വെന്റിലേറ്ററിലായിരിക്കും രോഗിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ ട്യൂബ് വോയിസ് ബോക്സിൽ എന്ത് ചെയ്യും? ബ്രീത്തിങ് ട്യൂബ് വോയിസ് ബോക്സിനാണ് ദോഷം ചെയ്യുന്നത്. ഓക്കെ, വെന്റിലേറ്ററിൽ തുടരുന്ന ഒരു പേഷ്യന്റിന് ഒരിക്കലും എന്താണ് സംസാരിക്കാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? വോക്കൽ വോയിസ് ബോക്സിലൂടെയാണ് ശ്വസന ട്യൂബ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പേഷ്യന്റിന് സംസാരിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതും എന്താണ് ഒരു വളരെയധികം ഉള്ള ഒരു റിസ്ക് തന്നെയാണ്. അല്ലെ? ഇൻ കേസ് എന്തെങ്കിലും ആ ഒരു പേഷ്യന്റിന് പറയണമെങ്കിൽ തന്നെ ചിലപ്പോ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരാം. യെസ്. പിന്നെന്താ മനസ്സിലായോ വോക്കൽ കോഡ് എന്താണെന്ന്? യെസ്. അടുത്തൊരു സിറ്റുവേഷൻ ആണ്, അടുത്തൊരു റിസ്ക് ആണ് പൾമണറി എഡിമ. എന്താണ്? Air sacs in the lungs can get filled up with the pins. Yes, pulmonary edema. അതായത് ശ്വാസകോശത്തിലെ വായു നിറയുന്ന ഒരു സിറ്റുവേഷൻ. അഥവാ എന്താണ്? അതായത് ശ്വാസകോശത്തിനകത്തേക്ക് അമിതമായിട്ട് ദ്രാവകം ഉണ്ടാകുന്നു. അതായത് ശ്വാസകോശത്തിൽ അമിതമായിട്ടുള്ള ദ്രാവകം മൂലമുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത് പൾമണറി എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്വാസകോശത്തിലെ നിരവധി വായുസഞ്ചികൾ ഉണ്ട് നമുക്ക്. അല്ലെ? ഒരു വായുസഞ്ചി മാത്രമല്ല ശ്വാസകോശത്തിലുള്ളത്, ലങ്സിലെ പലതരത്തിലുള്ള വായുവറകളുണ്ട്. അപ്പൊ ഇവിടേക്ക് എന്താണ് ഓരോ വായുവറകളിലും എന്താണ് ഈ എയർ അവിടെ ശേഖരിക്കപ്പെടുന്നു. അപ്പൊ ആ എയർ അവിടെ തങ്ങി നിൽക്കുന്ന സമയത്ത് എന്താണ് പേഷ്യന്റിന് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ശ്വസിക്കാനായിട്ട് ഇങ്ങനെ വളരെയധികം ഡിഫിക്കൽട്ടീസ് ആയിരിക്കും പേഷ്യന്റിന് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പൾമണറി എഡിമ എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിനകത്ത് അമിതമായിട്ട് ദ്രാവകം അല്ലെങ്കിൽ എയർ തങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത് പൾമണറി എഡിമ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ എന്താണ് ശ്വാസകോശത്തിലെ വായുവറകളിലെ അല്ലെങ്കിൽ വായുസഞ്ചികളിലെ എയർ വന്ന് തങ്ങി നിൽക്കുകയും ആ ഒരു സാഹചര്യത്തിൽ എന്താണ് പേഷ്യൻസിന് ബ്രീത്ത് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അവിടെ അനുഭവപ്പെടുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ശ്വാസകോശത്തിലെ വായുസഞ്ചികളെ നിറയുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് സംഭവിക്കുന്നു പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് റിസ്ക് എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നു. ബ്ലഡ് ക്ലോട്ട്സ്. Lying in the same position for a long time can enhance the risk of blood clots forming.
lying in the same position for a long time can enhance the risk of blood clots forming. ഇനി അടുത്തൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കോട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ബ്ലഡ് കോട്ട് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രോലോങ്ഡ് പീരീഡിൽ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ദീർഘകാലം ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ തുടർന്നാലുള്ള റിസ്ക് ആണ്. ദീർഘകാലം തുടരാന്ന് പറയുമ്പോൾ എന്താണ്? ദീർഘകാലം ഒരേ പൊസിഷനിൽ തന്നെയാണ് ആ പേഷ്യന്റ് കഴിയുന്നത്, അല്ലെ? ഒരേ പൊസിഷനിലാണ്, ഒരേ സ്ഥാനത്താണ് ദീർഘനേരം ആ പേഷ്യന്റ് കഴിയുന്നത്. അപ്പൊ എന്താണ്? അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, രക്തം കട്ട പിടിക്കാനുള്ള ഒരു സാധ്യത അവിടെ വർദ്ധിക്കുന്നു. യെസ്, മനസ്സിലായോ? ബ്ലഡ് ക്ലോട്ട്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്? സെയിം പൊസിഷനിൽ പേഷ്യന്റ് ലോങ് പീരീഡ് തുടരുന്നതിനാൽ തന്നെ അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. Yes, this can be resulted by the sedative and many other medications provided to an individual who is on a ventilator with a breathing tube. Sedation related dementia. എന്താണ് sedation? എന്താണ് sedation? യെസ്, മയക്കം, അല്ലെ? എങ്ങനെയാണ് ഇവിടെ മയക്കം സംഭവിക്കുന്നത് പേഷ്യന്റിന്? ദീർഘകാലം പേഷ്യന്റ് അതിൽ തുടരുമ്പോൾ എന്താണ്? നിരവധി മെഡിക്കേഷൻസ് അവിടെ അഥവാ മയക്കുമരുന്നുകളൊക്കെ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലെ? സെഡേറ്റീവ് മരുന്നുകൾ ഒരുപാട് ഓവർലോഡ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്, അല്ലെ? മെഡിസിൻസ്. ആ ഒരു സമയത്ത് എന്താണ്? ഒരു വ്യക്തിക്ക് നൽകുന്ന ഈ കൊടുക്കുന്ന മരുന്നുകൾ ആ പേഷ്യന്റിനെ ഒരേ രീതിയിൽ തന്നെ സെഡേറ്റീവ് ആയിട്ട് തുടരാനായിട്ടാണ് അവിടെ ആ മരുന്നുകൾ മൂലം സംഭവിക്കുന്നത്. പേഷ്യൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ആ ഒരു സെഡേറ്റീവ്, ആ ഒരു മയക്കത്തിൽ തന്നെ ആയിരിക്കും തുടരുന്നത്. അതൊരു വളരെയധികം ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെ? എപ്പോഴും സെഡേഷനിൽ തന്നെ ആ ഒരു പേഷ്യന്റ് തുടരുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വെന്റിലേറ്ററിൽ തുടർന്നത് കൊണ്ട് തന്നെയാണ് പേഷ്യന്റിന് എന്ത് കൊടുക്കുന്നത്? സെഡേറ്റീവ് മെഡിസിൻസുകൾ കൊടുക്കുന്നത്. പക്ഷെ അത് പേഷ്യന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? പേഷ്യന്റ് ഒരിക്കലും ഉണർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടാവില്ല. എപ്പോഴും ഒരു സെഡേഷൻ, ആ ഒരു മയക്കത്തിലായിരിക്കും പേഷ്യന്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, യെസ്. അതായത് ഓർമ്മയില്ലാത്തൊരവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. എപ്പോഴും ആ ഒരു മയക്കത്തിൽ തന്നെ പേഷ്യന്റ് തുടരും. യെസ്, മനസ്സിലായോ സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ എന്താണെന്ന്? ഓക്കെ, അടുത്ത സിറ്റുവേഷൻ ആണ് ഫ്ലൂയിഡ് ഓവർലോഡ്. ഫ്ലൂയിഡ് ഓവർലോഡ് അടുത്ത റിസ്ക് ആണ്. ഫ്ലൂയിഡ് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി കേസ്ഡ് ബൈ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ഡ്രഗ്സ് ടോക്സിറ്റി ആൻഡ് റിനൽ ഫെയിലിയർ. അതായത് ഫ്ലൂയിഡ് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഈ മരുന്നുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കാം? അവിടെ ഡ്രഗ് ടോക്സിറ്റി ഉണ്ടാകാം, അല്ലെ? അതായത് മരുന്നിന്റെ വിഷാംശം കണ്ടിന്യൂസ് ആയിട്ട് മരുന്നുകൾ കൊടുക്കുമ്പോൾ തന്നെ എന്താണ്? ഓൾറെഡി നമുക്ക് കുറച്ച് സമയം തന്നെ മരുന്ന് കഴിച്ചാൽ തന്നെ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് നമുക്ക് ഉണ്ടാവും. ദീർഘകാലം ഒരു പേഷ്യന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും? പേഷ്യന്റിന് ഡ്രഗ് ടോക്സിറ്റി ഉണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ എന്താണ്? റിനൽ ഫെയിലിയർ ഉണ്ടാവാം. റിനൽ ഫെയിലിയർ എന്താണ്? വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരെ പേഷ്യന്റിന് സംഭവിക്കാം. ഓക്കെ, ഫ്ലൂയിഡ് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ എന്താണ്? തുടർച്ചയായിട്ട് ഇങ്ങനെ മരുന്നുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നുള്ള പേഷ്യൻസിന് എന്ത് സംഭവിക്കാം? ബ്ലഡ് ടോക്സിറ്റി ഉണ്ടാകും. അതോടൊപ്പം തന്നെ വൃക്ക സംബന്ധമായ ബുദ്ധിമുട്ടുകളും പേഷ്യൻസിന് അനുഭവപ്പെടാം. ഓക്കെ, അടുത്തത് ലങ് ഇഞ്ചുറി. ലങ് ഇഞ്ചുറി എന്താണ്? ലങ് ഇഞ്ചുറി ശ്വാസകോശത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതങ്ങൾ അല്ലെങ്കിൽ ആഘാതങ്ങൾ സംഭവിക്കുന്നത്. A ventilator can cause lung damage. This can occur for several reasons. അപ്പൊ ലങ് ഇഞ്ചുറീസ് നമുക്ക് 3 സിറ്റുവേഷൻസിലാണ് സംഭവിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് ശ്വാസകോശത്തിന് ക്ഷതം സംഭവിക്കുന്നത് 3 റീസൺസ് കാരണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കാം എന്തൊക്കെയാണ്. അപ്പോ വെന്റിലേറ്റർ ശ്വാസകോശത്തിന് തകരാറ് ഉണ്ടാക്കും എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇത്തരം റിസ്കുകൾ വരുമ്പോൾ തന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? വെന്റിലേറ്റർ ശ്വാസകോശത്തിന് തകരാറ് ഉണ്ടാക്കാം. ഏതൊക്കെ രീതിയില്? എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ് എന്താണ്? അതായത് എയർ പ്രഷർ സാധാരണ പരിധിക്കുള്ളിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്താണ്? ലങ്സിന് ഇഞ്ചുറീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ക്ഷതം ഉണ്ടാകാം. ഓക്കെ, ഇപ്പൊ ഒരു നോർമൽ പീരീഡ് ഉണ്ട്. നോർമൽ ലിമിറ്റ്
എയർ പ്രഷർ കൊടുക്കേണ്ടതറിയാം. പിന്നെ ആ എയർ പ്രഷർ കൊടുക്കേണ്ട അതിന്റെ അളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാലും ലങ്സിന് എന്ത് സംഭവിക്കാം? ക്ഷതം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, എയർ പ്രഷർ ഇൻ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. ഒരു പരിധിക്ക് കൂടുതലായി കഴിഞ്ഞാൽ ശ്വാസകോശത്തിന് ക്ഷതം സംഭവിക്കാം. ഓക്കെ, പിന്നെന്താണ്? എയർ സീപ്പ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് എയർ സീപ്പ്? സീപ്പ് എന്ന് പറഞ്ഞാൽ എയറിന്റെ ഫ്ലോ ആണ് കേട്ടോ. സീപ്പ് മീൻസ് ഫ്ലോ, അല്ലെങ്കിൽ ഒഴുകുക എന്നുള്ളൊരു മീനിങ്. അതായത് എയർ സീപ്പ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. ന്യൂമോതൊറാക്സ് സിറ്റുവേഷൻ. എന്താണ് നമ്മൾ ന്യൂമോതൊറാക്സ് സിറ്റുവേഷൻ പഠിച്ചത്? ശ്വാസകോശത്തിനും നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിലുള്ള സ്ഥലത്തിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് എന്താണ് വായുവിന്റെ ഫ്ലോ അല്ലെ, വായു ഒഴുകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്താ ന്യൂമോതൊറാക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എയർ സീപ്പ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. ശ്വാസകോശത്തിനും അതുപോലെ തന്നെ എന്താണ് നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിലുള്ള സ്ഥാനത്തേക്ക് എന്ത് സംഭവിക്കുന്നു? വായു ഒഴുകുന്ന ഒരു സിറ്റുവേഷൻസിലും എന്ത് സംഭവിക്കാം? ലങ്സിന് ഇഞ്ചുറീസ് ഉണ്ടാവാം. ന്യൂമോതൊറാക്സ് എന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, ഇനി അടുത്ത റീസൺ എന്താണ്? ഓക്സിജൻ ടോക്സിറ്റി. വാട്ട് ഈസ് ഓക്സിജൻ ടോക്സിറ്റി? ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. എന്താണ്? ശ്വാസകോശത്തിൽ വളരെയധികം ഓക്സിജന്റെ സ്ഥാനം ഉണ്ടെങ്കിലും എന്ത് സംഭവിക്കാം? ലങ്സിന് ഇഞ്ചുറീസ് സംഭവിക്കാം. ഓക്സിജൻ ടോക്സിറ്റി. എന്താണ് ഓക്സിജൻ ടോക്സിറ്റി എന്ന് പറയുന്നത്? ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്സിജൻ ടോക്സിറ്റി എന്താണ്? ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. ശ്വാസകോശത്തിൽ വളരെയധികം ഓക്സിജന്റെ അളവ് കൂടുമ്പോഴും എന്താണ്? ലങ് ഇൻജുറീസ് സംഭവിക്കാം. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞത് ലങ് ഇൻജുറീസിന്റെ സെവറൽ റീസൺസ് ആണ് അല്ലെ? അതായത് ശ്വാസകോശം ക്ഷതം ഉണ്ടാകുന്ന 3 റീസൺസ് ആണ്, പ്രധാനപ്പെട്ട റീസൺസ് ആണ് നമ്മൾ പറയുകയാണ്. ഒന്ന്, എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ഇൻ ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. അതായത് എന്താണ്? സാധാരണ പരിധിക്ക് അപ്പുറത്തേക്ക് എയർ പ്രഷർ കൊടുത്താൽ എന്താണ്? ശ്വാസകോശത്തിന് ക്ഷതം സംഭവിക്കാം. രണ്ടാമത്തെ കാരണം എന്താണ്? ന്യൂമോതൊറാക്സ് ആണ് അല്ലെ? അതായത് ശ്വാസകോശത്തിനും നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിലേക്ക് വായുവിന്റെ ആ ഒരു ഫ്ലോ ഉണ്ടാവുന്ന സമയത്തും ലങ് ഇഞ്ചുറീസ് സംഭവിക്കാം. ഓക്കെ, പിന്നെന്താണ്? ഓക്സിജൻ ടോക്സിറ്റി മൂലം ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ് അല്ലെ? ലങ്സ് ശ്വാസകോശത്തില് ഓക്സിജന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ലങ്സിന് ഇഞ്ചുറീസ് സംഭവിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു പേഷ്യന്റ് പ്രോലോങ്ഡ് പീരീഡ്, ദീർഘകാലം വെന്റിലേറ്ററിൽ തുടരുമ്പോൾ ഉണ്ടാവുന്ന റിസ്കുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? എന്തൊക്കെയാണ് പറഞ്ഞത്? ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂസ്, പൾമണറി എഡിമ, ബ്ലഡ് ക്ലോട്ട്സ്, സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ, ഫ്ലൂയിഡ് ഓവർലോഡ്, ലങ് ഇഞ്ചുറി. ഓക്കെ, ഇൻഫെക്ഷൻ. എങ്ങനെയാണ് ഇൻഫെക്ഷൻ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത്? ഇൻഫെക്ഷൻ ഏറ്റവും മെയിൻ റിസ്ക് എന്ന് പറയുന്ന എന്താണ്? ഇൻഫെക്ഷൻ തന്നെയാണ് അല്ലെ? അതായത് fluid and mucus developing throat and windpipe can permit germs to pile up on the breathing tube. അല്ലെ? ത്രോട്ടിലെ ബ്രീത്തിങ് ട്യൂബ് കടന്നു പോകുമ്പോൾ തന്നെ എന്താണ്? ആ ഫ്ലൂയിഡും മ്യൂക്കസ് ഒക്കെ കൂടി മിക്സ് ചെയ്ത് എന്താണ് അവിടെ ജംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. ഈ ജംസ് എന്ത് ചെയ്യുന്നു? ശ്വാസകോശത്തിലേക്ക് മൂവ് ചെയ്യുകയും അവിടെ എന്താണ്? ന്യൂമോണിയക്കുള്ള റിസ്ക് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്? സൈനസ് ഇൻഫെക്ഷൻസും അവിടെ സംഭവിക്കാം. ഓക്കെ, അതായത് പ്രൊലോങ്ഡ് പീരീഡ് തുടരുമ്പോൾ പേഷ്യന്റിലെ ഇൻഫെക്ഷൻ അഥവാ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇറിറ്റേഷൻസ്. പേഷ്യൻസിന് എന്താണ്? ഈ ബ്രീത്തിങ് ട്യൂബ് കടന്നു പോകുന്നതിനാൽ തന്നെ എന്താണ്? കഫ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചുമയ്ക്കാനായിട്ടുള്ള സാധിക്കില്ല. അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ വോക്കൽ കോഡ് ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നു. എന്താണ്? വോക്കൽ കോഡിന് ഈ ത്രോട്ടിൽ കൂടെയാണ് ഇത് വോയിസ് ബോക്സിനുള്ളിൽ കൂടെയാണ് ഈ ട്യൂബ് കടന്നു പോകുന്നത്. അപ്പോൾ പേഷ്യൻസിന് എന്താണ്? വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ രോഗിക്ക് സംസാരിക്കാനായിട്ട് കഴിയില്ല. ഈ ട്യൂബ് വോയിസ് ബോക്സിന് ദോഷം ചെയ്യും. ഓക്കെ, പിന്നെ പൾമണറി എഡിമ. പൾമണറി എഡിമ എന്താണ്? ശ്വാസകോശത്തിലെ വായുസഞ്ചികൾ നിറയുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് പൾമണറി എഡിമ. യെസ്, ഫ്ലൂയിഡ് നിറയുന്ന സിറ്റുവേഷൻ. ദെൻ ബ്ലഡ് ക്ലോട്ട്സ് ചെയ്യുന്നു. സെയിം പൊസിഷനിൽ പേഷ്യന്റ് തുടരുന്ന സമയത്ത് എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ രക്തം കട്ട പിടിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതൊരു റിസ്ക് ആണ്. ദെൻ സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. എന്താണ്? മയക്കവുമായി ബന്ധപ്പെട്ട ഡിമെൻഷ്യ. അതായത് ശ്വസന ട്യൂബുള്ള വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക്
കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെഡേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് പേഷ്യന്റ് ആ ലോങ് പീരീഡും എങ്ങനെയാണ് കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ മയക്കത്തിൽ തന്നെ ആയതുകൊണ്ടുള്ള ഒരു സാധ്യതയുണ്ട്. ദെൻ ഫ്ലൂയിഡ് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡ്രഗ്സ് ടോക്സിറ്റി, ഇൻഫ്യൂഷൻ ഡ്രഗ് ടോക്സിറ്റി ഉണ്ടാകും. അതോടൊപ്പം തന്നെ അഡ്രീനൽ ഫെയിലിയർ ഉണ്ടാകുന്നു. ഡ്രഗ് ടോക്സിറ്റി ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ മരുന്ന് കൊടുക്കുന്നതിന് വിഷാംശം മൂലം എന്താണ് പേഷ്യന്റിന് തകരാറുകൾ സംഭവിക്കുന്നതോടൊപ്പം തന്നെ വൃക്ക സംബന്ധമായിട്ടുള്ള തകരാറുകളും ഉണ്ടാകുന്നു. ഓക്കെ, യെസ്. പിന്നെ എന്താണ് ലങ് ഇൻജ്വറി? ലങ് ഇൻജ്വറി എന്താണ്? വെന്റിലേറ്റർ തുടർന്ന ഒരു പേഷ്യന്റിന് ലങ്സ് തകരാറിലാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇത് പ്രധാനമായും 3 റീസൺസിലൂടെയാണ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, എയർ പ്രഷർ നോർമൽ ലിമിറ്റിൽ കൂടുതലായി കഴിഞ്ഞാലും ലങ്സിന് ഡാമേജ് സംഭവിക്കാം. പിന്നെന്താണ്? pneumothorax എന്ന സിറ്റുവേഷൻ, സ്പേസ് ബിറ്റ്വീൻ എയർ സീപ്പ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. ഓക്കെ, പിന്നെന്താണ്? ഓക്സിജൻ ടോക്സിറ്റി, ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. ശ്വാസകോശത്തിൽ വളരെയധികം ഓക്സിജൻ ഉണ്ടായാലും എന്താണ് ലങ്സിന് ക്ഷതം സംഭവിക്കാം. അപ്പോ ഇത്തരം സിറ്റുവേഷൻസ് ആണ്, ഇത്തരം റിസ്കുകളാണ് ഒരു പേഷ്യന്റ് ദീർഘകാലം വെന്റിലേറ്റർ തുടരുകയാണെങ്കിലും ഉണ്ടാകുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. നോക്കാം. Who attends to the patient on a mechanical ventilator? Who attends to the patient on a mechanical ventilator? ആരൊക്കെയാണ് മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുന്നത്? ഓക്കെ, ആരൊക്കെയാണ്? The patients who are mechanically ventilated, care providers like physicians, anesthesists, pulmonary specialists, physiotherapist or respiratory therapist and nurses are liable to take care of them. ഓക്കെ, ആ പേരുകളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ആരൊക്കെയാണ് മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന സ്റ്റാഫുകൾ? ആരൊക്കെയാണ്? കെയർ പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണ്? ഫിസിഷ്യൻസ്, അനസ്തേഷ്യസ്റ്റ്, പൾമണറി സ്പെഷ്യലിസ്റ്റുകൾ, ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആൻഡ് നഴ്സസ് ആർ ലയബിൾ ടു ടേക്ക് കെയർ ഓഫ് ദം. ഇത്രയും പേരായിരിക്കുള്ളൂ വെന്റിലേറ്ററിൽ തുടരുന്ന മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ തുടരുന്ന പേഷ്യൻസിനെ എന്താണ് കൈകാര്യം ചെയ്യുന്നത്, അവരെ കെയർ ചെയ്യുന്നത് ഇത്തരം സ്റ്റാഫുകളായിരിക്കും കേട്ടോ. ഓക്കെ, പേരുകളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫിസിഷ്യൻ, അനസ്തേഷ്യസ്റ്റ്, പൾമോണറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണല്ലോ? ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യണേന്ന് പേഷ്യന്റിനെ മെക്കാനിക്കൽ വെന്റിലേറ്ററിലെ? ഓക്കെ, ഇനി ലാസ്റ്റ് ഭാഗമാണ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. ഇനി വെന്റിലേറ്ററിലെ അല്ലെങ്കിൽ വെന്റിലേറ്റർ ഡിപ്പാർട്ട്മെന്റിലെ എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതൊക്കെയാണ്. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി. എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ നമ്മളത് പീരിയോഡിക് ആയിട്ടല്ലേ അല്ലെ, നിശ്ചിത ഇടവേളകളിൽ തന്നെ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പ്രിവെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. ഓക്കെ, യെസ്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടതാണ്. Then obtainability of well-trained staff in care of patients in ventilator. Obtainability of well-trained staff in care of patients in ventilator. എങ്ങനെയുള്ള സ്റ്റാഫുകളായിരിക്കണം വെന്റിലേറ്ററിൽ തുടരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടത്? വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം അല്ലെ, നല്ല രീതിയിൽ പരിശീലനം ലഭിച്ച സ്റ്റാഫുകളായിരിക്കണം വെന്റിലേറ്ററിലെ പേഷ്യൻസിനെ കെയർ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. Then strict protocol the care of ventilator patients. Strict protocol the care of ventilator patients. പ്രത്യേകിച്ച് വെന്റിലേറ്ററിൽ തുടരുന്ന പേഷ്യൻസിന് എന്താണ്
അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം, കർശനമായിട്ട് തന്നെ ആയിരിക്കണം നമ്മള് പരിചരണ സമയത്ത് അത് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, സ്ട്രിക്ട് പ്രോട്ടോകോൾ ഇൻ ദി കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. Then sufficient resources should be available. Sufficient resources should be available. എന്താണ്, റിസോഴ്സസ് കൃത്യമായിട്ട് അവൈലബിൾ ആയിരിക്കണം അല്ലെ. വെന്റിലേറ്ററിൽ തുടർന്ന പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യത്തിൽ എല്ലാ റിസോഴ്സസും അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്ന് എന്താണ്, എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അത് പീരിയോഡിക്കലി ചെക്ക് ചെയ്യണം. എന്താണ്, അത് മാത്രമല്ല അത് കറക്റ്റ് ആയിട്ട് പ്രിവെന്റ് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് മെക്കാനിക്കൽ വെന്റിലേറ്റർ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനടി തന്നെ നമ്മളത് എന്ത് ചെയ്യണം, പിന്നീട് മാറ്റി വയ്ക്കാതെ ഉടനടി തന്നെ അതിന് മെയിൻ്റനൻസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ വെൽ ട്രെയിൻഡ് സ്റ്റാഫുകളായിരിക്കണം ഒരു പേഷ്യന്റിനെ കൈകാര്യം ചെയ്ത വെന്റിലേറ്ററിലെ കൃത്യമായ രീതിയിൽ പരിശീലനം ലഭിച്ച സ്റ്റാഫുകളായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. പിന്നെ എന്താണ്, വെന്റിലേറ്റർ പേഷ്യൻസിന്റെ പരിചരണത്തിന് കർശനമായിട്ടുള്ള പ്രോട്ടോകോൾസുകൾ പിന്തുടരേണ്ടതുണ്ട്. ഓക്കെ, പ്രോട്ടോകോൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ വരുന്നത്? സ്ട്രിക്ട് പ്രോട്ടോകോൾസ് എന്ന് പറയുമ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് എല്ലാവർക്കും പോയി വിസിറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, റെസ്ട്രിക്റ്റഡ് ആയിരിക്കുമല്ലോ, വിസിറ്റിംഗ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കുള്ളൂ. പിന്നെന്താണ്, ഒന്നോ രണ്ടോ സ്റ്റാഫുകൾ മാത്രമേ അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പിന്നെന്താണ്, പേഴ്സണൽ എക്യുപ്മെന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് PPE ഒക്കെ വെയർ ചെയ്തിട്ട് മാത്രമായിട്ടുള്ള അതിന്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അത്തരത്തിലുള്ള കുറെ കാര്യങ്ങള് ഇങ്ങനെയുള്ള പ്രോട്ടോകോൾസിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ ക്ലീനിങ് പർപ്പസിന് കയറുന്നവരാണെങ്കിൽ കൂടി എന്തായിരിക്കും, എങ്ങനെ വളരെയധികം ട്രെയിൻഡ് ഉള്ള ആളായിരിക്കും. അതുപോലെ തന്നെ അവർ PPE വെയർ ചെയ്തിട്ടായിരിക്കും അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, പിന്നെ സഫിഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. അതായത് റിസോഴ്സസ് കൃത്യമായിട്ട് എല്ലാ വിഭവങ്ങളും അതിനകത്ത് ലഭ്യമായിരിക്കണം. അല്ലെ, റിസോഴ്സസും സ്കേർസിറ്റി ഉണ്ടാകരുത്. ഓക്കെ, മനസ്സിലായോ? അത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മുടെ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. യെസ്, എന്തെങ്കിലും സംശയം ഉണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കട്ടെ? ഒരു മിനിറ്റ് ഉണ്ട്, നിങ്ങൾ ടെക്സ്റ്റില് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കട്ടോ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ചാപ്റ്റർ 8 ആയിരിക്കും. ചിലരുടെ നമ്പർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇന്നെടുത്തോ. പേജ് നമ്പർ 36. ചാപ്റ്റർ 8 തന്നെയാണോ നിങ്ങളിലും കിടക്കുന്നത് വരെ? ആ, ഓക്കെ. ഓക്കെ, യെസ്. PDF കാണാമോ? നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോവാറുണ്ട് അല്ലേ?
എപ്പോഴും പോവാതിരിക്കട്ടെ അല്ലെ, പോവാൻ അങ്ങനെ പറയാൻ പാടില്ല, എങ്കിലും നമ്മൾ പോവാറുണ്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിട്ടോ, നമുക്ക് അസുഖങ്ങളായിട്ടോ, കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസിന് ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ റിലേറ്റീവ്സിനെ കാണാനായിട്ട് നമ്മൾ പോവാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോയെന്ന് വിചാരിക്കാം. നമ്മളിപ്പോ ആദ്യമായിട്ടൊരു പുതിയൊരു ഹോസ്പിറ്റലിൽ പോവാണ്, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല അല്ലെ. അപ്പൊ നമ്മള് ഫസ്റ്റ് എൻട്രൻസിൽ അങ്ങ് കയറുന്ന സമയത്ത് നമ്മൾ ആരോടാണ് എന്താണ് ചോദിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടതെന്ന് നമുക്ക് യാതൊരു പിടിപാടുമില്ല അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ അമൃത ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക്. എവിടെയാണെന്ന് വെച്ചാൽ ഒരുപാട് ബ്ലോക്കുകൾ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് അല്ലെ അമൃത മെഡിക്കൽ കോളേജ്. ഭയങ്കര കൺഫ്യൂഷൻ ആണ് അവിടെ പോയി കഴിഞ്ഞാൽ. പക്ഷെ എളുപ്പമാണ് കാര്യങ്ങള്, അറിയാണ്ട പോലെ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഒരു സിറ്റുവേഷനിൽ പെട്ടുപോകും. എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണം, എങ്ങോട്ട് പോകണം, ഏത് ബ്ലോക്കിലാണ്, എവിടെ കൂടിയാണ് പോകേണ്ടത്, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്നൊക്കെ നമുക്കൊരു ടെൻഷനാണ്. യെസ്, നമ്മൾ ആരാണ്, യെസ് വെരി ഗുഡ്, റിസപ്ഷനിൽ പോയി നമ്മൾ ചോദിക്കും അല്ലെ. റിസപ്ഷൻ ഡെസ്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്ന ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ മുഖവും ശബ്ദവുമാണ്, ഫേസ് ആൻഡ് വോയിസ് ആണ് ആര്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകവുമാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ വോയിസ്, ശബ്ദവും, ഫേസ് ആൻഡ് വോയിസ് എന്ന് പറയുന്നത് എന്താണ്, മുഖവും ശബ്ദവുമാണ് അല്ലെ. നമ്മൾ കയറി വരുമ്പോൾ അവരെയാണ് എൻട്രൻസിൽ നമ്മൾ കാണുന്നത്, അവരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് റിസപ്ഷനിസ്റ്റുകളെ നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഹോസ്പിറ്റലിലെ ഫേസ് ആൻഡ് വോയിസ് എന്ന് പറയുന്നത്, മുഖവും ശബ്ദവുമാണ് ആര്, ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അവരോടാണ് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഏത് ഡോക്ടറെയാണ് കാണുന്നത്, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, എവിടേക്കാണ് പോകുന്നത്, എല്ലാ വിവരങ്ങളും ആര് പറഞ്ഞു തരുന്നത്, നമുക്ക് ഒരു ഫ്രണ്ട് ഓഫീസിൽ റിസപ്ഷനിസ്റ്റ് സ്റ്റാഫുകളായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, കയറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും വരുമ്പോ തന്നെ വളരെ ദേഷ്യത്തിലായിരിക്കും സംസാരിക്കുന്നത്, ഇങ്ങനെയായിരിക്കും അല്ല, ഗുഡ് ബിഹേവിയർ ആയിരിക്കും അല്ലെ. നല്ല എറ്റിക്വിറ്റീസ് ഉണ്ടാകും, നല്ല മര്യാദയോട് കൂടി തന്നെ ആയിരിക്കും അവര് ബിഹേവ് ചെയ്യുന്നത്. എന്താണ്, അവരുടെ വർക്കിന്റെ ഫസ്റ്റ് ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, നല്ല ബിഹേവ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. യെസ്, ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ വാംലി വെൽക്കം ചെയ്യുന്നു അല്ലെ, നല്ല രീതിയിൽ നമ്മളെ സ്വാഗതം ചെയ്യുക എന്നുള്ള ഫസ്റ്റ് ഡ്യൂട്ടിയാണ് അവർ ആദ്യം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഫ്രണ്ട് ഓഫീസ് ആരൊക്കെയാണ്, റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എന്താണ് കസ്റ്റമർ കെയർ, എന്താണ് കസ്റ്റമർ, ആരാണ് ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്നത്, ഇതിന്റെ പ്രിൻസിപ്പിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് ലെങ്തി ഉള്ള ഒരു ചാപ്റ്റർ ആണ്, കുറച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, customers are kings. Customers are kings and kings never unattended. Customers are kings and kings are never unattended. അതൊരു കോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ, കോട്ട്സ്. എന്താണ് അവിടെ പറയുന്നത്, ഇവിടെ കസ്റ്റമേഴ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പേഷ്യൻസ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്, അറിയാം അല്ലെ. ഓക്കെ, അപ്പൊ കസ്റ്റമേഴ്സ് ആരാണെന്നാണ് ഇവിടെ പറയുന്നത്, കസ്റ്റമേഴ്സ് ആരാണെന്നാണ് പറയുന്നത്, കിങ്സ് ആണെന്നാണ് പറയുന്നത് അല്ലേ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ഭാഗമാണ് എന്ത്, പേഷ്യൻസ് എന്ന് പറയുന്നത്. പേഷ്യൻസ് വന്നാൽ മാത്രമേ അവിടെ കസ്റ്റമേഴ്സ് വന്നാൽ മാത്രമേ ഹോസ്പിറ്റലിൽ എന്തുണ്ടാവുള്ളൂ, ചികിത്സ നടക്കുക. പേഷ്യൻസ് വന്നാൽ മാത്രമേ അവിടെ പ്രോഫിറ്റ് ഉണ്ടാകുള്ളൂ അല്ലെ. പേഷ്യൻസ് വരണം, ചികിത്സ നേടണം അല്ലെ, എങ്കിൽ മാത്രമേ അവിടെ പ്രോഫിറ്റ്സ് സംഭവിക്കുള്ളൂ. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവുന്നൊരു ഘടകം എന്ന് പറയുന്നത് ആര് തന്നെയാണ്, കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ കസ്റ്റമേഴ്സ് രാജാവ് എന്ന നിലയിലാണ്, കസ്റ്റമേഴ്സ് ആർ കിങ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഉപഭോക്താക്കള് രാജാക്കന്മാരാണ്. പക്ഷെ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാത്തതും ആരാണ്, രാജാക്കന്മാരാണെന്ന് പലരും അറിയുന്നില്ല അല്ലെ. കസ്റ്റമേഴ്സ് ഒരു കിങ് ആണെന്ന് പലരും അറിയുന്നില്ല. അതേ രീതിയിലുള്ള ബിഹേവിയർ ആണ് പല രീതിയിലും പല ഓർഗനൈസേഷനും കാണിക്കുന്നത്. പക്ഷെ നമ്മള് ഇപ്പൊ എന്താ പറയാ, ഒരു കട നടത്തി കഴിഞ്ഞാൽ കട വെറുതെ നടത്തിയാൽ മാത്രം പറയാം, കടയിലേക്ക് ആര് വരണം, ഒരു ഷോപ്പ് ഇട്ടു നമ്മള്, ഷോപ്പില്
ആര് വരണം? കസ്റ്റമർ വന്നാൽ മാത്രമല്ല അവിടെ എന്തെങ്കിലും എന്നുള്ള കസ്റ്റമർ വന്നാൽ മാത്രമേ ആ കട എന്താവുള്ളൂ, വർക്കിംഗ് കണ്ടീഷൻസ് അതൊക്കെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലെ. ഓക്കെ, അതേ സെയിം കണ്ടീഷൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ. ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസ് വരണം. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കസ്റ്റമർ എന്ന് പറയുന്നത്, കിങ് എന്ന് പറയുന്നത് അവിടുത്തെ പേഷ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫ്രണ്ട് ഓഫീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ വരുന്ന കിങ്സിനെ അല്ലെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക അല്ലെ. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവര് ആ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് തുടങ്ങിയ വിസിറ്റ് അവസാനിക്കുന്നത് വരെയുള്ള അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? Yes. Okay. A medical receptionist is an inevitable part of a well-functioning healthcare team. Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist to create a friendly, welcoming, and well-organized front office for patients and to facilitate the well-functioning of the hospital. ഒരു കുത്തും കോമ ഇല്ലാതിട്ടൊക്കെ ചെയ്യാം അല്ലെ, പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതെന്താ പറയുന്നത്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് an integral part of a well-functioning healthcare team. ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെൽത്ത് കെയർ ഫംഗ്ഷനിലെ ഏറ്റവും ഒഴിച്ചുകൂടാനാണ് അല്ലെങ്കിൽ ഏറ്റവും എന്താണ് അനിവാര്യം, ഇൻവെറ്റബിൾ എന്ന് വെച്ചാൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഡോക്ടേഴ്സ്, nurses and other medical and administrative staff members depend upon the medical receptionist. അപ്പൊ ഇവ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകളെ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡോക്ടർമാര്, നഴ്സ്, മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് എന്നിവരെല്ലാം തന്നെ എന്താണ് വിരീഷ എന്താ ചോദിച്ചത്? സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? എല്ലാവർക്കും അങ്ങനെയാണോ? റേഞ്ചിന്റെ പ്രശ്നമായിരിക്കണോ? റേഞ്ച് ഉള്ളിടത്തൊന്നും ഇരിക്കും കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോ? അല്ല. ഓക്കെ, അപ്പൊ ഒരു മെഡിക്കൽ റിസപ്ഷനെ ആശ്രയിക്കേണ്ടി വരുന്ന ആർക്കൊക്കെയാണ്? ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ മെഡിക്കൽ റിസപ്ഷനെ ആശ്രയിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന്, നഴ്സിന്, മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ എന്താണ് മെഡിക്കൽ റിസപ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ അവരോടൊക്കെ എങ്ങനെയാണ്? ടു ക്രിയേറ്റ് എ ഫ്രണ്ട്ലി, വെൽക്കമിംഗ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ വെൽ ഫംഗ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അതായത് ഇവരെല്ലാം തന്നെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അപ്പൊ വരുന്ന പേഷ്യൻസിനെ അല്ലെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ഫ്രണ്ട്ലി മാനറിൽ വെൽക്കം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് പേഷ്യൻസിനെ ഫെസിലിറ്റേഷൻ കൊടുക്കുക. എന്താണ് അവരുടെ ആവശ്യം എന്ന് ചോദിച്ചറിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടായിരിക്കണം ആര് പ്രവർത്തിക്കേണ്ടത്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകൾ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ഓർഗനൈസിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ ഒരു ഫ്രണ്ട് ഓഫീസ് തുടങ്ങി ആ ഫ്രണ്ട് ഓഫീസിൽ നിന്നാണ് പിന്നെ അവസാനം വരെയുള്ള ഒരു പേഷ്യന്റിന് എന്തൊക്കെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആവശ്യം അവസാനിക്കുന്നത് വരെ ആര് കൂടെ ഉണ്ടായിരിക്കും? മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകളായിരിക്കും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഒരു ആശുപത്രിയുടെ നല്ല പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിൽ, വെൽ ഫംഗ്ഷനിങ് ചെയ്യുന്നതിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകൾ നല്ല രീതിയിലുള്ള ഒരു പങ്കാണ് വഹിക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അപ്പോ medical reception is an inevitable part of a well-functioning of healthcare team. അതൊന്ന് അണ്ടർലൈൻ ചെയ്തതാട്ടോ. ഫസ്റ്റ് ലൈൻ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ പ്രവർത്തനം അനുസരിച്ചിട്ടായിരിക്കുള്ളൂ എന്ത് നടക്കുന്നത്? ആ ഹോസ്പിറ്റലിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെ അല്ലെ. അവര് നല്ല രീതിയിൽ ഫസ്റ്റ് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ അവര് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവും അല്ലെ, നല്ല ഹോസ്പിറ്റലാണ്, നല്ല രീതിയിൽ നല്ല മാനേഴ്സോടെയാണ് പെരുമാറുന്നത്, എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആവുമ്പോൾ നമുക്ക് വേറെ ടെൻഷൻസും കാര്യങ്ങളും വരുന്നില്ല അല്ലെ. ചില ഹോസ്പിറ്റലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ചിലവരെ
ചില ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ അവർ വളരെ മോശമായിട്ട് ഭയങ്കര ദേഷ്യമായിട്ടായിരിക്കും പെരുമാറുന്നത്. ഇപ്പൊ കാർഡ് എടുത്തില്ല അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, ചേഞ്ച് ഒക്കെ ഇല്ല എന്നൊക്കെ വന്ന സിറ്റുവേഷനൊക്കെ വന്നാൽ ഭയങ്കരമായിട്ട് ചൂടാവും അവര്, അല്ലെ? ഒരു മോശമായ ബിഹേവിയർ ഒക്കെ കാണിക്കും. നേരത്തെ വന്നുകൂടായിരുന്നു, അതായിരുന്നു, നേരത്തെ ബുക്ക് ചെയ്യണം, ഇപ്പൊ ഇത് പറ്റില്ല, കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് ബിഹേവിയർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. ഓക്കെ, അപ്പൊ യെസ്, അപ്പൊ ആ ബിഹേവിയറിൽ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? ഒരു താല്പര്യം തോന്നില്ല നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകാനായിട്ടൊരു പോണ ആലോചിക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ പറയുന്നത് എന്താണ്? ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫേസ് ആൻഡ് വോയിസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അവരാണ് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നത്, അവരാണ് ആ ഹോസ്പിറ്റൽ ഹാൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ, ഏതൊക്കെ പേഷ്യൻസിന് എന്തൊക്കെ ആവശ്യമായിട്ട് ഫെസിലിറ്റീസ് ആവശ്യമായി വരുന്നത് അതെല്ലാം നടത്തി കൊടുക്കുക എന്നതാണ് പ്രധാനമായിട്ടും മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിലെ കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നോക്കാം, പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. മെയിൻ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എന്താണ് ഫ്രണ്ട് ഓഫീസിന്? അല്ലെങ്കിൽ നമുക്ക് നീഡ് ഫോർ പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. എന്തിനാണ് പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഓഫീസിലിന് ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് വരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? നീഡ് ഫോർ പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ്. സാധാരണ കാര്യമൊന്നും നമുക്ക് അവിടെ കൊണ്ടിരുത്താൻ പറ്റില്ല. പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ റിസപ്ഷനെ മാത്രമാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവുകളായിട്ട് തിരഞ്ഞെടുക്കുന്നത്, അല്ലെ? വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, നല്ല സ്കിൽസ് ആൻഡ് എബിലിറ്റീസും കപ്പാസിറ്റീസും ഉള്ള, നല്ല ബിഹേവിയർ കാണിക്കുന്ന എക്സിക്യൂട്ടീവ്സിനെയാണ് ഫ്രണ്ട് ഡെസ്കിൽ തന്നെ നമ്മൾ മുൻനിരയിൽ വെക്കുന്നത്, അല്ലെ? വളരെയധികം ട്രെയിനിങ്ങുകളും സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെ നമ്മൾ ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു യാതൊരു വിധ പരിശീലനം ലഭിക്കാത്ത ആരെയും തന്നെ നമുക്ക് ഇതിലേക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ ആണ് ശരിക്കും എന്ത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഹാൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ആവശ്യം എന്ന് നമുക്ക് നോക്കാം. പ്രൊഫഷണൽ ട്രെയിനർ ആയിട്ടുള്ള മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ആവശ്യകത എന്താണ്? Different from other service industry, the hospital is where people come to visit when either or their close ones are unwell. This makes the people come to the hospital impatient, anxious, and crucial. Here comes the importance of necessity of handling such patients or their family members with more professionalism, sympathy, empathy, and courtesy, following all hospital operational protocols. ഇവിടെ കുറെ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളാണ്. നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, എന്താണെന്ന് കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. അപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിലേക്ക് പല സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കും കടന്നു വരുന്നത്, അല്ലെ? പല പ്രൊഫഷണൽ പരിശീലനം ലഭിച്ച, അതായത് മറ്റ് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓരോരുത്തർ വരും. പേഷ്യൻസിനെ കൊണ്ടുവരുന്നവരുണ്ടാവും, ചില പേഷ്യൻസ് ഒറ്റയ്ക്ക് വരുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ കസിൻസ്, റിലേഷൻസിന്റെ കൂടെ ഒക്കെ വരുന്നവരായിരിക്കും. അങ്ങനെ പല രീതിയിലാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ എന്താണ്? This made the people come to hospital impatient, anxious, and crucial. നമ്മളൊരു പുതിയ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ വരുന്ന സമയത്ത് നമ്മൾ വളരെ എങ്ങനെയായിരിക്കും? നമുക്ക് അറിയില്ല അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, വളരെ ആൻഷ്യസ് ആയിരിക്കും. നമുക്ക് എന്താണ് ചെയ്യണമെന്നുള്ളൊരു, എന്ത് ചെയ്യണം എന്ന് ശരിക്കും അറിയില്ല ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ. ആ ഒരു സിറ്റുവേഷൻസിലാണ് എന്ത് here comes the importance of necessity of handling such patients for their family members. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഫ്രണ്ട് ഓഫീസുകളുടെ ആവശ്യകത വരുന്നത്. അപ്പൊ അവർ എങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുന്നത്? എങ്ങനെയായിരിക്കും അവർ പെരുമാറേണ്ടത് നമ്മളോട്? ഒരു പേഷ്യൻസിനെയും അവരുടെ ഫാമിലിയെയും നല്ല സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആർക്കും സാധിക്കണം? ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവുകൾക്ക് സാധിക്കണം. എങ്ങനെയായിരിക്കണം സാധിക്കേണ്ടത്? വളരെ പ്രൊഫഷണൽസ് ഉള്ളവരായിരിക്കും, സിമ്പത്തിയോടെ, എംപത്തിയോടെ, ആൻഡ് കോർട്സി. പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ എല്ലാ പ്രൊഫഷണൽ ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ വരുന്ന പേഷ്യൻസിനോടും അവരുടെ റിലേറ്റീവ്സിനോടും എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്? സിമ്പത്തറ്റിക് ആയിട്ട്. സിമ്പത്തറ്റിക് മീൻസ് എന്താണ്? സിമ്പത്തി, സഹാനുഭൂതി, അല്ലെ? സഹാനുഭൂതിയോടെ എന്ന് വെച്ചാൽ വളരെ സിമ്പത്തറ്റിക്, പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക. പിന്നെ എംപത്തി. എംപത്തി എന്താണ്? എംപത്തി, സിമ്പത്തിയും എംപത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ സിമ്പത്തറ്റിക് ആണോ എംപത്തറ്റിക് ആണോ?
എല്ലാവരോടും നിങ്ങൾക്ക് വളരെ സിമ്പതിയാണോ തോന്നാറ്, അല്ലെങ്കിൽ എംപതിയാണോ തോന്നാറ്? എംപത്തറ്റിക് ആണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പൊ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ ആ ഒരു രണ്ടുമുള്ള നമ്മളെ മനുഷ്യരിൽ എല്ലാ ക്വാളിറ്റീസും ഉണ്ടോ? സിമ്പതി ഉണ്ട്, എംപതി ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ പക്ഷെ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ പുറത്തെടുക്കുള്ളൂ, ബാക്കി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ആവശ്യമായിട്ടെങ്കിലും നമ്മൾ കൊടുത്തെടുക്കും. ഓക്കെ. അപ്പൊ വരുന്ന പേഷ്യൻസിനെ വളരെ പ്രൊഫഷണൽ ആയിട്ട്, സിമ്പത്തറ്റിക് ആയിട്ട്, എംപത്തറ്റിക് ആയിട്ട്, അതുപോലെ തന്നെ കേർട്സി എന്താണ്? കേർട്സി നല്ല മര്യാദയോട് കൂടി, അല്ലെ? ഈ ഒരു 4 കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ, മാത്രമല്ല ആ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ പ്രോട്ടോകോൾസ് കൂടി മനസ്സിലാക്കിക്കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ആ വരുന്ന പേഷ്യൻസിനോട് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരോട് ആര് സംസാരിക്കുന്നത്? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവുകൾ സംസാരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം അവരെ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. അതായത് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ മര്യാദ ഇല്ലാത്ത രീതിയിൽ യാതൊരു വിധത്തിലുള്ള എന്താ പറയാ ബാഡ് മാനേഴ്സ് ഒന്നും അവിടെ കാണിക്കാനായിട്ട് പാടില്ല. വളരെ പ്രൊഫഷണൽ ആയിട്ട് നല്ല മര്യാദയോട് കൂടി ആയിരിക്കും അവരെ നമ്മൾ വെൽക്കം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ്. അപ്പൊ അത് തന്നെയാണ് പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവിനെ നമ്മൾ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം അല്ലെങ്കിൽ ആവശ്യകത എന്ന് പറയുന്നത്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ആണ് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നത്. അവർക്ക് എന്താണ് ഹോസ്പിറ്റൽ എന്ന് അറിയില്ല. അപ്പൊ അവർക്ക് ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. എല്ലാ ഫെസിലിറ്റേഷനും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ വെച്ചിരിക്കുന്നത്? പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിയമിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നാൽ മതി കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യം കയറുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുന്നത് ആരെയാണെന്നാ പറഞ്ഞത്? ആരെയാണ്? The front office is department of the hospital which directly make contact with the patients where the first arrive. അല്ലെ, നമ്മൾ ഫസ്റ്റ് അറൈവ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർ ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഡെസ്കിലായിരിക്കും, അല്ലെ? ഓക്കെ. The staff of the department are directly family members. അപ്പൊ ഇവര് എങ്ങനെയായിരിക്കും നമ്മളോട് ശരിക്കും ഫാമിലി മെമ്പേഴ്സിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? അതേ രീതിയിൽ തന്നെയായിരിക്കും അവിടുത്തെ സ്റ്റാഫുകൾ പെരുമാറുന്നത്. It functions as a central point of contact across the organization. അപ്പൊ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഒരു സെൻട്രൽ പോയിന്റ് തന്നെയാണ്. അതായത് സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർഗനൈസേഷൻ ഏറ്റവും കേന്ദ്രീയമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്താ? ഫ്രണ്ട് ഓഫീസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവരാണ് ബാക്കിയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ സെൻട്രൽ point of contact across the organization. The department maintains information and records of all the patients of the hospital. It also plays an important role in forming overall impressions of the services provided by the organization. ഇനി ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? The department maintain the information and records of the record of all patients. എല്ലാ പേഷ്യൻസിന്റെയും റെക്കോർഡ്സുകൾ, അല്ലെ, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററീസ് അടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് അടങ്ങിയ മെഡിക്കൽ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അത് തന്നെയാണ് അവരുടെ മെയിൻ, അതാണ് ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്. It also plays an important role in forming overall impression of the service provided by the organization. അത് മാത്രമല്ല, പിന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് റോളാണ് പിന്നെ കൈകാര്യം ചെയ്യുന്നത്? എന്ത് റോളാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷന്റെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ റോൾസും കൈകാര്യം ചെയ്യുന്നതും, അല്ലെ, മൊത്തത്തിലുള്ള റോൾസ് കൈകാര്യം ചെയ്യുന്നതും ആരാണ്? എല്ലാ സർവീസസും ഇംപ്രഷൻസ് ഒക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയാണത് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷന് സേവനത്തില് എന്താണ് മൊത്തത്തിലുള്ള മതിപ്പ് രൂപപ്പെടുത്തുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ആദ്യമായിട്ട് വരുന്ന പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്ത് അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുന്നു. പിന്നെ എന്താണ്? എല്ലാ റെക്കോർഡ്സുകളും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന് ഏറ്റവും നല്ലൊരു റോൾ അവിടെ പ്രവർത്തിക്കുന്നതും ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇനി the front desk position is often the first person the patients or their well-wishers interact while contacting
with the hospital. So they are essentially the face and voice of the hospital, and for this reason they play an important role in the representing the organization. Front office desk in the position and the first person that patient or their well-wishers interact while contact with the hospital. ഹോസ്പിറ്റലിലേക്ക് കടന്നത് പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. എന്താണ് ഒരു പേഴ്സൺ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് അവർ ഇന്ററാക്ട് ചെയ്യുന്നതും അവരോട് കോൺടാക്ട് ചെയ്യുന്നതും ഡീൽ ചെയ്യുന്നതും ആരാണ്? ഫ്രണ്ട് ഓഫ് ദി ഡെസ്ക് പൊസിഷനിലുള്ള സ്റ്റാഫുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവർ എന്ത് പറയുന്നത്? സോ ദേ ആർ എസെൻഷ്യലി ദ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ മുഖവും ശബ്ദവുമാണ് ആര്? ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകൾ എന്ന് പറയുന്നത്, അല്ലെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, they play an important role in the representing organization. അവരാണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനോട് ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്യുന്നതും ആര് തന്നെയാണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുകളാണ്. ഓക്കെ, ഫേസ് ആൻഡ് വോയിസ് എന്നുള്ള ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ വരാം, ഒരു ഹോസ്പിറ്റലിലെ ഫേസ് ആൻഡ് വോയിസ് എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താ വരുന്നത്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, എത്ര എടുക്കുന്നുള്ള കേട്ടോ. ഓക്കെ, എന്താണ് ഒരു ഫ്രണ്ട് ഓഫീസ്, എന്താണ് അവരുടെ പ്രവർത്തനം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഉണ്ടിട്ട് ഇതിലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക കേട്ടോ. ഇപ്പൊ ഈ പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ 2-3 പ്രാവശ്യം വായിച്ചു പോകാം. പിന്നെന്താണ്? ഓക്കെ, ഇത് പറഞ്ഞേ. വെന്റിലേറ്ററിൽ തുടരുന്ന പേഷ്യൻസിന്, പ്രോളോങ്ങുള്ള പീരീഡ് തുടങ്ങുന്ന പേഷ്യൻസിന് അനുഭവിക്കേണ്ട റിസ്കുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ റിസ്ക് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു? ഇൻഫെക്ഷൻ, ബ്ലഡ് ക്ലോട്ട്സ്, ഇറിറ്റേഷൻ, pulmonary edema, blood clot, sedation related dementia, fluid overload, lung injury. ലങ് ഇൻജുറീസിന്റെ 3 റീസൺസ് എന്തൊക്കെയാണ് പറഞ്ഞത്? Air pressure into the lungs going beyond the normal limits. Okay. Too much oxygen in the lungs causing lung injury. Okay, very good. Oxygen toxicity. Too much of oxygen in the lungs. Okay. Yes. Yes. Then who attends the patients on a mechanical ventilator? ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു പേഷ്യന്റിനെ? Physician, physician, anesthetist, pulmonary specialist, physiotherapist, respiratory therapist, and the nurse. Okay, yes, very good. Blood clots എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ബ്ലഡ് ക്ലോട്ട്സ് പേഷ്യന്റ് ഒരേ കിടപ്പ് കിടക്കുമ്പോൾ സെക്ഷനിലെ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുന്നത് അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. Thank you, miss. Thank you, miss.